ശബരിമല തിരിച്ചടി ഉണ്ടാക്കിയെന്ന് സമ്മതിച്ച CPM. ശബരിമല വിഷയത്തിൽ UDFും BJPയും നടത്തിയ കള്ളപ്രചാരവേല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ അവർ ഉദ്ദേശിച്ച പോലെ ആ പരിശ്രമം വിജയിച്ചില്ല. കണക്കുകൾ കാണിക്കുന്നത് അതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡും അത് നിലകൊള്ളുന്ന പെരുനാട് ഗ്രാമപഞ്ചായത്തും LDF ആണ് ജയിച്ചത്. ശബരിമല വിശ്വാസികളുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന പന്തളം മുനിസിപ്പാലിറ്റി BJPയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പന്തളം മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുകയുണ്ടായി. വമ്പിച്ച പണക്കൊഴുപ്പും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള കള്ളപ്രചരണവും നടത്തി BJP കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വാർഡുകളിൽ മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് 15.56% വോട്ട് ലഭിച്ചു. അതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിച്ച ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 16.06% വോട്ടാണ് ലഭിച്ചത്. നേരിയ വർധനവ്. ഞങ്ങൾ 25% വോട്ടും 25% സീറ്റും കരസ്ഥമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തൃശ്ശൂരിൽ അവരുടെ പ്രവർത്തക സമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19.40% വോട്ട് BJPക്ക് ലഭിക്കാൻ സാധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ വോട്ട് ഇപ്പോഴും കുറഞ്ഞ് 16.06% കുറഞ്ഞു നിൽക്കുന്ന നിലയാണ് ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിനെ പറ്റി ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP UDF വോട്ട് കൈമാറ്റം നടന്നു. BJP കാശ് നൽകി വോട്ട് വാങ്ങി. 60 നിയോജക മണ്ഡലങ്ങളിൽ LDFന് വ്യക്തമായ ലീഡുണ്ട്. മികച്ച ഭൂരിപക്ഷത്തോടെ LDF തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചത്. 17,35,175 വോട്ടിൻ്റെ വർധനവാണ് ഉണ്ടായത്. UDFും BJPയും അവരുടെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കണക്കാക്കിയാൽ ഏതാണ്ട് 60 നിയോജക മണ്ഡലങ്ങളിൽ LDFന് കൃത്യമായ ലീഡ് ഉണ്ട്. നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പിറകിൽ പോയ നിരവധി മണ്ഡലങ്ങളും ഉണ്ട്. അപ്പോൾ അവ പലതും പ്രാദേശിക പ്രശ്നങ്ങളുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ കള്ള പ്രചാരവേലകളുടെയും വർഗീയ ഇടപെടലുകളുടെയും മാധ്യമ ശൃംഖലകൾ നടത്തിയ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണത്തിൻ്റെയും എല്ലാം ഭാഗമായി പിന്നിൽ പോയിട്ടുള്ളതാണ്. അത്തരം മണ്ഡലങ്ങളെല്ലാം ശരിയായ രാഷ്ട്രീയ പ്രചാരണം നടത്തി സംഘടനാ പ്രവർത്തനത്തിലൂടെ തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് പാർട്ടി വിശ്വസിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചുള്ള മികച്ച അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മികച്ച ഭൂരിപക്ഷത്തോടെ LDFന് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത്.
കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തന്നെ വിലയിരുത്തലുകൾക്ക് ശേഷം ഉറപ്പിച്ചു പറയുന്നു CPM. പക്ഷേ ശബരിമല തിരിച്ചടി ഉണ്ടാക്കി എന്ന് സമ്മതിക്കുകയാണ്. അശ്വതി, തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പങ്കുവച്ചത്. അതായത് CPMന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന സമ്മതം കൂടി അതിനെ കാണണം. ആ തിരിച്ചടിയുടെ കാരണങ്ങളാണ് CPMന്റെ നേതൃയോഗങ്ങൾ കഴിഞ്ഞ 3 ദിവസമായി തേടിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന തിരിച്ചറിവാണ്. അത് പൂർണ്ണമായും ആ അർത്ഥത്തിൽ തുറന്നു പറയാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറായില്ലെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDFും BJPയും വ്യാപകമായ കള്ളപ്രചാരവേല നടത്തി. അത് ജനങ്ങളെ സ്വാധീനിച്ചു. എന്നാൽ അവർ ഉദ്ദേശിച്ച ഫലം അതിനുണ്ടായില്ല. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാൽ UDF വിചാരിച്ചത്ര അല്ലെങ്കിൽ BJP പ്രതീക്ഷിച്ച നേട്ടം അവർക്കുണ്ടായില്ല എന്ന് സമ്മതിക്കുകയാണ് CPM. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി എന്ന് തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുന്നു. CPMന്റെ സംസ്ഥാന സമിതിയുടെ അഭിപ്രായമാണത്, അവലോകനമാണത്. പക്ഷേ ശബരിമല ഉൾപ്പെടുന്ന പെരിനാടും അതുപോലെ തന്നെ പന്തളത്തുമൊക്കെ ശബരിമലയുമായി ബന്ധമുള്ള പന്തളത്തുമൊക്കെ CPMന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതുകൊണ്ട് തന്നെ BJPയും കോൺഗ്രസും ഉദ്ദേശിച്ച അത്ര ഗുണം ശബരിമല വിഷയം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് CPM വിലയിരുത്തുന്നത്. പത്മകുമാർ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി, അവർ ചെയ്ത തെറ്റെന്താണ്? അവർ ചെയ്തത് വെറും ഭരണപരമായ വീഴ്ച മാത്രമാണോ, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടോ? അത് ബോധ്യമാകണമെങ്കിൽ കുറ്റപത്രം വരണം. അതുവരെ കാത്തിരിക്കാനായിരുന്നു അദ്ദേഹം പറയുന്നത്. അവർക്ക് നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അവർ ചെയ്ത തെറ്റിന്റെ ഗൗരവം അനുസരിച്ച് നടപടി ഉണ്ടാകുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടായിട്ടില്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെ, അതായത് ഓരോ പ്രദേശത്തെയും തദ്ദേശ സ്ഥാപനങ്ങൾ CPM ഭരിക്കുന്നിടങ്ങളിൽ അവിടങ്ങളിൽ ആ ഭരണകൂടങ്ങൾക്കെതിരെ ജനവികാരമുണ്ടായി. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ പറ്റി നല്ല അഭിപ്രായമാണ്, മികച്ച അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത്. മികച്ച സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും കരുതുന്നത്. എന്നാൽ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും തിരുത്തുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. പ്രവർത്തകർക്ക് അമിത ആത്മവിശ്വാസമായിരുന്നു. അത് എല്ലാ തലങ്ങളിലും പ്രവർത്തകർക്ക് അമിത ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് നവംബർ മാസത്തെ ക്ഷേമ പ്രഖ്യാപനങ്ങളുണ്ട്. അതോടുകൂടി വലിയ ആലസ്യം പ്രവർത്തകരിലുണ്ടായി. അത് തിരിച്ചടി കാരണമായി എന്ന് CPM സമ്മതിക്കുന്നു. മറ്റു കാരണങ്ങൾ എന്തൊക്കെയെന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തും. ജനങ്ങളുടെ തെറ്റിദ്ധാരണ, അവരുടെ എതിർപ്പ് മറികടക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് CPMന്റെ തീരുമാനം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും സമാനമായി CPM ഗൃഹസന്ദർശനം നടത്തിയിരുന്നു. 2 ആഴ്ച നീളുന്ന ഗൃഹസന്ദർശനത്തിലൂടെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കും, തങ്ങൾക്ക് പറയാനുള്ള കാര്യം അവരോടും പറയും എന്നാണ് CPM വ്യക്തമാക്കുന്നത്. അതായത് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ വീടുകൾ സന്ദർശിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര ഭരണത്തിനെതിരെ, BJPക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കും CPM തയ്യാറെടുക്കുന്നുണ്ട്. ഇടതുമുന്നണി നേതൃത്വത്തിൽ 3 മേഖലാ ജാഥകൾ നടത്തും. അതിലൂടെ ജനങ്ങളോട് ഈ കാര്യങ്ങൾ സംവദിക്കും. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ സമരം ഫെബ്രുവരി 12-ാം തീയതി ശക്തമായ സമരം സംഘടിപ്പിക്കാനും തീരുമാനമുണ്ട്. തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടിയാണ്. അത് മറികടക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് CPMും ഇടതു